ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷനായി വരുന്ന, അതായത് പേജ് നമ്പർ 14-15 വരുന്ന പ്രശ്നങ്ങളാണ് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: For the sequence of regular polygons starting with an equilateral triangle, write the algebraic expressions for the sequence of the sums of interior angles, the sums of exterior angles, the measures of an interior angle and the measures of an exterior angle. അതായത് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വൽ ട്രയാങ്കിൾ മീൻസ് ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദെൻ സ്ക്വയേഴ്സ്, ദെൻ റെഗുലർ പെന്റഗൺ എക്സെട്ര. മുൻ ക്ലാസ്സിൽ നാം ഇതിന്റെ ആംഗിൾസ് എഴുതിയതാണ്. അതായത് ഫസ്റ്റ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്, അതായത് അകക്കോണുകളുടെ തുക, സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്, ഫസ്റ്റ് സമഭുജ ത്രികോണം, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ആംഗിൾ സം പ്രോപ്പർട്ടി, എല്ലാ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 180. ഫസ്റ്റ് 180 ഡിഗ്രി. ദെൻ സമചതുരം സ്ക്വയേഴ്സ്, ഇതിന്റെ 360 360. നെക്സ്റ്റ് സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ 540 എക്സെട്ര. ഇത് നാം അന്ന് കണ്ടതാണ്. ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോമാണ് നാം എഴുതേണ്ടത്. അതിനായി നമുക്ക് പട്ടിക തയ്യാറാക്കാം. ഫസ്റ്റ് പൊസിഷൻ, സ്ഥാനം, ഫസ്റ്റ് സ്ഥാനം, ഫസ്റ്റ് ടേം ഒന്നാം പദം 180, സെക്കൻഡ് ടേം രണ്ടാം പദം 360, തേർഡ് ടേം മൂന്നാം പദം 540 എക്സെട്ര. ലാസ്റ്റ് ടേം എൻ, എന്നാം പദം xn. ഈ xn കണ്ടെത്തണം. നാം ഈ ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ പൊസിഷൻ, സ്ഥാനങ്ങളുടെ നമ്പറിനോട് 180 മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒന്നാം സ്ഥാനം 1 ഇൻറ്റു 180 ഈക്വൽ ടു 180 ഫസ്റ്റ് ടേം. സെക്കൻഡ് പ്ലേസ് 2 ഇൻറ്റു 180 ഈക്വൽ ടു 360 സെക്കൻഡ് ടേം. തേർഡ് 3 ഇൻറ്റു 180 ഈക്വൽ ടു 540 തേർഡ് ടേം എക്സെട്ര. ഇതേ രീതിയിൽ nth പൊസിഷൻ n ഇൻറ്റു 180, n ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു 180 n. ഈ 180 n ആണ് ഈ സീക്വൻസിന്റെ അഥവാ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് xn ഈക്വൽ ടു 180 n എന്നത്. നെക്സ്റ്റ് കാണേണ്ട സീക്വൻസ് ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, അതായത് പുറംകോണുകളുടെ തുക. പുറംകോണുകളുടെ തുക സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ബഹുഭുജത്തിന്റെയും പുറംകോണുകളുടെ തുക സം 360 ആയിരിക്കും. അത് പ്രകാരം സമഭുജ ത്രികോണം 360 ഡിഗ്രി, ദെൻ സ്ക്വയർ സമചതുരം 360 ഡിഗ്രി, ദെൻ സമപഞ്ചഭുജം 360 ഡിഗ്രി എക്സെട്ര. ഇത് പട്ടികയാക്കുകയാണെങ്കിൽ ഒന്നാം പദം 360, സെക്കൻഡ് ടേം 360, തേർഡ് ടേം 360 എക്സെട്ര. ലാസ്റ്റ് ടേം xn കണ്ടെത്തണം. ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഏതൊരു സ്ഥാനത്തെയും പദം 360 ആയിരിക്കും, 360. അങ്ങനെ വരുമ്പോൾ അവസാന പദവും 360 ആയിരിക്കും. അതായത് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം, അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം
എക്സ് എൻ ഈക്വൽ ടു 360 ആയിരിക്കും. നമുക്ക് ഇതിനെ എന്നെ ബന്ധപ്പെടുത്തി എഴുതാം. അതായത് 360 എക്സ് എൻ ഈക്വൽ ടു 360 പ്ലസ് 0n. 0n മീൻസ് അങ്ങനെ ഒരു ടേം അവിടെ ഇല്ല. നമുക്ക് n ഉൾപ്പെടത്തക്ക രീതിയിൽ എഴുതണമെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു 360 പ്ലസ് 0n എഴുതാം. അല്ലെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു 360 എന്നായാലും മതി. അടുത്തതായി ഒരു അകക്കോണിന്റെ അളവ്, അതായത് മെഷർ ഓഫ് വൺ ഇന്റീരിയർ ആംഗിൾ. ടോട്ടൽ ആംഗിൾ ഇൻ ദ കേസ് ഓഫ് ട്രയാംഗിൾ 180, സ്ക്വയർ സമചതുരം 360, റെഗുലർ പെന്റഗൺ 540 എക്സെട്ര. ഇതേ രീതിയിലാണ്. അതിൽ നിന്നും ഒരു കോണിന്റെ അളവ് കാണണമെങ്കിൽ, അതായത് ഒരു അകക്കോണിന്റെ അളവ് നേരത്തെ കണ്ടതാണ് 180/3 60 ഡിഗ്രി ഇൻ ദ കേസ് ഓഫ് ട്രയാംഗിൾ. ദെൻ സമചതുരം സ്ക്വയർ ടോട്ടൽ ആംഗിൾ 360, 360/4 4 angles, that is 90 degree. Then സമപഞ്ചഭുജം 540/5 108 degree etc. ഇത് പട്ടികപ്പെടുത്തിയാൽ ഫസ്റ്റ് ടേം 60, സെക്കൻഡ് ടേം 90, തേർഡ് ടേം 108 എക്സെട്ര. nth ടേം xn കണ്ടെത്തണം. ഈ 60 ഈക്വൽ ടു 180/3. 180/3 is equal to 60. Then 90, 360/4. 360 division 4 is equal to 90. Then 108, 540/5 etc. 180 is equal to 1 into 180/3 equal to 1 plus 2. Next 360 equal to 2 into 180 divided by 4, 2 plus 2. Then 540, 3 into 180 divided by 5 is equal to 3 plus 2 etc. പട്ടിക പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ 1 into 180/1 plus 2, that is first position 1. ഈ 1 ഈ ഫസ്റ്റ് പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് പൊസിഷൻ 2 into 180/2 plus 2. ഈ സെക്കൻഡ് പൊസിഷൻ 2. Then third position 3 into 180/3 plus 2. This 3 ഡിനോട്ട് ചെയ്യുന്നത് ഈ തേർഡ് പൊസിഷനാണ്. എക്സെട്ര ഇതേ രീതിയിൽ 1 into 180, 2 into 180, 3 into 180 എക്സെട്ര. n വരുമ്പോൾ n into 180 divided by here 1, 2, 3 എക്സെട്ര. അപ്പോൾ ലാസ്റ്റ് വരുന്നത് n പ്ലസ് എല്ലാ ഡിനോമിനേറ്റേഴ്സിലും 2 കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യയാണ്. ആ 2 അതേപോലെ എഴുതുക. അതായത് n into 180 n ഡിവൈഡഡ് ബൈ n പ്ലസ് 2. അതായത് ഈ സീക്വൻസിന്റെ ബീജഗണിത രൂപമാണ് xn ഈക്വൽ ടു 180n divided by n plus 2 എന്നത്. The last question, ഒരു പുറം കോണിന്റെ അളവ്, അതായത് മെഷർ ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. ഇൻ ദ കേസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, മെഷർ ഓഫ് വൺ ഇന്റീരിയർ ആംഗിൾ ഈസ് 60 degree. Consider it as a triangle. Then it is one exterior angle. It is one interior angle. It is 60. ഇത് രണ്ടും ചേർന്ന് ലീനിയർ പെയർ ആംഗിൾസ്, അതായത് രേഖീയ ജോഡി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 ലീനിയർ പെയർ 180 ഡിഗ്രി ആയിരിക്കും. വൺ ആംഗിൾ 60, ഒരു ആംഗിൾ 60 ആണെങ്കിൽ മറ്റേ ആംഗിൾ കാണണമെങ്കിൽ 180
മൈനസ് 60 ഈക്വൽ ടു 120. അപ്പോൾ 120 ഡിഗ്രിയാണ് ഒരു പുറം കോണിന്റെ അളവ്. Then in the case of square, one interior angle 90, then exterior one 180 minus 90, 90 degree. In the case of regular pentagon sama panchbhujam, one interior angle 108 degree, then exterior angle 180 minus 108, 72 degree, etc. ഇതിന്റെ റിലേഷൻ കാണണമെങ്കിൽ ഒരു പട്ടിക തയ്യാറാക്കാം. ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് ടേം 120, സെക്കൻഡ് ടേം 90, തേർഡ് ടേം 72, എക്സെട്ര. nth ടേം xn. ഇത് കണ്ടെത്തണം. നാം പരിശോധിക്കുകയാണെങ്കിൽ 120 is equal to 360 by 3. 360 by 3 is equal to 120. Then 90 is equal to 360 by 4. 72 is equal to 360 by 5, etc. അതായത് 360 by ഈ 3നെ ഈ പൊസിഷനെ ബന്ധപ്പെടുത്തി 1 പ്ലസ് 2 എന്ന് എഴുതാം. ഫസ്റ്റ് പൊസിഷൻ പ്ലസ് 2 ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 360 ബൈ ദെൻ 4 പൊസിഷൻ 2 ആണ്. അപ്പം 2നോട് 2 ആഡ് ചെയ്യാം. 2 പ്ലസ് 2 4. ദെൻ 360 ബൈ ഇവിടെ 5 ആണ് പൊസിഷൻ 3. ദെൻ 3 പ്ലസ് 2 5 എക്സെട്ര. ഇത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ന്യൂമറേറ്റേഴ്സും 360 ഡിഗ്രി ആകുന്നു. ഡിനോമിനേറ്റേഴ്സ് ഫസ്റ്റ് പൊസിഷൻ പ്ലസ് 2, എല്ലാ ഡിനോമിനേറ്ററും പൊസിഷൻ പ്ലസ് 2 ആണ്. ഫസ്റ്റ് പൊസിഷനിൽ 1 പ്ലസ് 2, സെക്കൻഡ് പൊസിഷൻ 2 പ്ലസ് 2, തേർഡ് പൊസിഷൻ 3 പ്ലസ് 2 എക്സെട്ര. ഇങ്ങനെ പോകുമ്പോൾ nth ടേം അതിൻ്റെ ന്യൂമറേറ്റർ 360 ആയിരിക്കും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പൊസിഷൻ ഫസ്റ്റ്, ദാറ്റ് ഈസ് 1 2 3. ഇവിടെ പൊസിഷൻ n പ്ലസ് ഈ 2 കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ ആയതുകൊണ്ട് 2 അതേപോലെ എഴുതുക. അതായത് ഈ സീക്വൻസിന്റെ ബീജഗണിത രൂപം ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോം 360 ബൈ n പ്ലസ് 2 ആയിരിക്കും. അതായത് ഒരു പുറംകോണിന്റെ അളവ് 120, 90, 72 ഡിഗ്രി ആയ സീക്വൻസിന്റെ ബീജഗണിത രൂപം ഓൾജിബ്രൈക് ഫോം xn is equal to 360 by n plus 2 ആയിരിക്കും. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.